നമ്മളൊരു 3-4 ആൾക്കാർ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന ടൈമിൽ അതിലൊരാൾ എന്തോ അത്യാവശ്യം വന്നിട്ട് എണീറ്റ് പോയി. എന്തോ കോൾ വന്നിട്ടോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും അത്യാവശ്യമായിട്ട് പോകാനുണ്ടായതുകൊണ്ട് അയാൾ അവിടെ നിന്ന് എണീറ്റ് പോയി. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ ബാക്കിയുള്ള ആൾക്കാർ അയാൾ എണീറ്റ് പോയപ്പോൾ അയാളെക്കുറിച്ച് കുറ്റം പറയുന്ന ഒരവസ്ഥ, അയാളുടെ പച്ച ഇറച്ചി തിന്നുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റണില്ലേ? ബിവെയർ ഓഫ് ദ ഫ്രണ്ട്സ് ഹു ടോക്ക് ഷീറ്റ് അബൌട്ട് അതേഴ്സ് വെൻ ദേ ആർ നോട്ട് അറൗണ്ട്. കാരണം എന്താ അറിയോ? ബിക്കോസ് ദേ വിൽ ടോക്ക് ഷീറ്റ് അബൌട്ട് യു വെൻ യു ആർ നോട്ട് അറൗണ്ട്. മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യാനും അവരുടെ കുറ്റങ്ങൾ പറയാനും ഓലെ കളിയാക്കാനും നല്ല സുഖമാണ്, ഓരെ ജഡ്ജ് ചെയ്യാനൊക്കെ നല്ല സുഖമാണ്. പക്ഷെ ഓല എന്തെങ്കിലും നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഓലെ അപ്രിസിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഇൻ ടേംസ് ഓഫ് റിസൾട്ട്സ് ഭയങ്കര ഉപകാരമുള്ള സംഭവമാണ്. പക്ഷേ ഇൻ ടേംസ് ഓഫ് ആക്ഷൻ അത് ഭയങ്കര പണിയുള്ളതാണ്. കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു ട്രെയിനിങ് ബ്ലോഗ് ഇട്ടീനല്ലോ, ഞാനും സിനാനും. ഞങ്ങൾ ആദ്യം ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ആ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഞങ്ങൾ കുറേ കാര്യങ്ങളിങ്ങനെ സംസാരിക്കേണ്ടിയിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങളെ സർക്കിളിലുള്ള കുറേ ആൾക്കാരെ പറ്റി ഞങ്ങളിങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ കാഷ്വലായി സംസാരിക്കുകയാണ്. അപ്പോൾ അതിൽ പല ഫ്രണ്ട്സിനെ കുറിച്ചും ഞങ്ങൾ പറഞ്ഞത് ഞാനിപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ ഓരോ കുറ്റങ്ങളല്ല, ഓരോ ഫുള്ള് ക്വാളിറ്റീസാണ് ഞങ്ങളന്ന് സംസാരിച്ചിരുന്നത്. ലൈക്ക് ഞങ്ങളൊരു ഫ്രണ്ട് ഉണ്ട്, അവരുടെ പേര് ഞാൻ പറയണില്ല, എൻ്റെ ഒപ്പം +2 പഠിച്ചാണ്, ഓൻ്റെയും ഫ്രണ്ടാണ്, ഞങ്ങളൊരു മ്യൂച്വൽ ഫ്രണ്ടാണ്. ഓൻ വഴിയാണ് ഞാൻ സിനാനെ പരിചയപ്പെട്ടു. ഓ ഇൻസ്റ്റാഗ്രാമിൽ സിനാൻ്റെ പ്രൊഫൈൽ അയച്ചു തന്നു. അപ്പോൾ ആ ഒരു ഫ്രണ്ടിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങളിങ്ങനെ പറയാം, ഓന് മൾട്ടി ടാലൻറ്റഡ് ആണ്, ഓനക്ക് വരക്കാൻ വയ്ക്കും, ഓനക്ക് പഠിത്തമുണ്ട്, ഓൻ ഫുട്ബോൾ കളിക്കും, ഓൻ അത്ലറ്റിക് ആണ്, ഇങ്ങനെ ഓരോ ക്വാളിറ്റീസാണ് പറയുന്നത്. പക്ഷേ അതേസമയം നമ്മളെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോ ഒക്കെ ഉള്ള ഫ്രണ്ട് ഗ്രൂപ്പിൻ്റെ ഒപ്പം ഇപ്പോൾ ഞാനൊക്കെ ഓരോ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ വല്ലാതെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാവില്ല, പക്ഷേ അങ്ങനെ പരിപാടിക്കൊക്കെ കാണുന്ന ആൾക്കാരായിട്ടും സംസാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ആരെങ്കിലും ഒരാൾ നമ്മുടെ അടുത്തുണ്ട്, എന്നിട്ട് പിന്നെ അയാൾ പോയി കഴിഞ്ഞാൽ തുടങ്ങും അയാളെ കുറിച്ച് കുറ്റം പറയൽ. ഓൻ അതാണ് ഇതാണ്, ഓനെ കൊണ്ട് വയ്ക്കില്ല, ഓൻ ജിമ്മിൽ പോകാൻ തുടങ്ങിയാണ്, ഓൻ വലിയ ഡയറ്റ് എടുക്കാൻ തുടങ്ങിയാണ്, ഓൻ പഠിത്തം, ഓൻ വലിയ പഠിപ്പിച്ചാന്ന് അവൻ്റെ വിചാരം, ഓൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അവൻ എന്താ വയ്ക്കുക, ആ ഒരു രീതിയിൽ. സോ നമ്മളെല്ലാവരും കേട്ടൊരു സംഭവമാണ്, യു ആർ ദ സം ഓഫ് ദ 5% യു ആർ സിറ്റിംഗ് വിത്ത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊപ്പമാണ്, മറ്റുള്ളവരുടെ പച്ചയിറച്ചി തിന്നുന്ന ആൾക്കാരൊപ്പമാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യണത്, നിങ്ങളുടെ ലൈഫ് പോണത് എന്നുണ്ടെങ്കിൽ ഡോണ്ട് എക്സ്പെക്റ്റ് ഗ്രോത്ത് ഇൻ യുവർ ലൈഫ്. നമ്മളെങ്ങനെയാണോ ആരൊപ്പമാണോ സ്പെൻഡ് ചെയ്യണത് അതേപോലെ തന്നെ നമ്മളെ ലൈഫ് എന്തേ ഉള്ളൂ, ആയി തീരുള്ളൂ. നിങ്ങൾ തന്നെ നാച്ചുറലായിട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കി. ഇപ്പോൾ ശരിക്കും ഒരു ഫ്ലക്സാണ്, ഞാൻ പറയാം, ഞാൻ ഫ്ലക്സ് ചെയ്യാണ്. എൻ്റെ മനസ്സിൽ ഞാൻ അന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്, മറ്റുള്ളവരെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ളതല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക എത്രത്തോളം ആൾക്കാരുണ്ട് അങ്ങനെയാണുള്ളത്. നമ്മളെ മെൻ്റൽ ഹെൽത്തിനായാലും നമ്മളെ ഹാപ്പിനെസ്സിനായാലും നമ്മളെ സക്സസ്സിനായാലും നമ്മളെ ഗ്രോത്തിനായാലും ഒക്കെ നല്ലൊരു സർക്കിള്, നല്ലൊരു ആൾക്കാർ, നല്ലൊരു എൻവയറമെൻറ്റ് എന്നുള്ളത് ഭയങ്കര അത്യാവശ്യമാണ്. അത് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുക തന്നെ വേണം. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് വരലുണ്ട്, ഞാൻ പറഞ്ഞുതരാം. എനിക്കിപ്പോൾ നാച്ചുറലി എനിക്ക് വന്നതാണ്, ഇത് സ്ക്രിപ്റ്റ് ഒന്നല്ല. എങ്ങനെയാ വെച്ചാൽ, ഞാൻ ബ്രോൻ്റെ വീഡിയോസൊക്കെ കാണലുണ്ട്, എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കാണ്, നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ റിയൽ ലൈഫിൽ, നമുക്ക് എന്നാ കാണാൻ പറ്റുക, ഈ രീതിയിൽ. അതേപോലെ എനിക്ക് ബ്രോൻ്റെ അതേ ഇൻട്രസ്റ്റുകളാണ്, ഞാനും ഈ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിലൊക്കെ ഉള്ള ആളാണ്, നമുക്ക് രണ്ടാൾക്കും ഫ്രണ്ട്സ് ആവാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ മെസ്സേജ് അയക്കലുണ്ട്. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ഒരിക്കലും ഒരാളോട് പോയിട്ട് നമ്മൾ അഡ്മയർ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ ഓരോട് നേരെ മെസ്സേജ് അയച്ചാണ്ട് ബ്രോ നമുക്ക് ഫ്രണ്ട്സ് ആവുക എന്നുള്ള രീതിയിൽ അങ്ങനെയല്ല ശരിക്കും ഇത് വർക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഫ്രണ്ട് ആവണം എന്നുണ്ടെങ്കിൽ ഐ ഷുഡ് സീ സം ക്വാളിറ്റീസ് ഇൻ യു. എനിക്ക് തോന്നണം നിങ്ങളെ ഫ്രണ്ടാക്കാൻ വേർത്താണ് എന്നുള്ളത്. ഇപ്പോൾ ഞാൻ പറയട്ടെ, എനിക്ക് ആ സിനാനെ എങ്ങനെ ഫ്രണ്ടായി കിട്ടിയത്, അല്ലെങ്കിൽ സിനാനെ എങ്ങനെ ഇന്നെ ഫ്രണ്ടാക്കാൻ പറ്റി. ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഹീ സ്മാർട്ട്, ഇന്നേക്കാട് എത്രയോ മുമ്പ് ക്വാളിറ്റി കണ്ടൻറ്റ് ഇറക്കുന്നുണ്ട്, അതേപോലെ അവൻ ഓൺലൈൻ കോച്ചിങ് നടത്തുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഇതൊക്കെ ഓൻ ഇന്നേക്കാട് മുമ്പ് ബിസിനസ് സംഭവങ്ങളൊക്കെ ഈ കണ്ടൻറ്റ് മോണിറ്റൈസ് ചെയ്യാനുള്ള വഴിയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഞാൻ അഡ്മയർ ചെയ്യുന്നൊരു സംഭവമാണ്. അതേപോലെ പുറത്തുനിന്നുള്ള ഇംഗ്ലീഷുകാരെ പോലത്തെ കണ്ടൻറ്റുകൾ, നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി റീൽസുകളും ഓൾറെഡി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ റീൽസ് നോക്കിയപ്പോൾ ആ രീതിക്ക് എത്തിയില്ല. പിന്നെ ഓനിത് ഏകദേശം സെയിം വാല്യൂസ്, സെയിം ഇൻട്രസ്റ്റ് ആണ് ഷെയർ ചെയ്യുന്നത്. ഫിറ്റ്നസ്, സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്, ഗ്രോത്ത്, ഫോക്കസ്, ലേണിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, റീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഒരു സെയിം മൈൻഡ് സെറ്റ് ഉള്ള ഇവന് നമ്മളൊപ്പം ഉണ്ടായി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, നമ്മൾ ഗ്രോത്ത് അടിപൊളിയായിരിക്കും എന്ന് തോന്നി. ആ രീതിയിലാണ് ഓൻ എന്തുകൊണ്ട് ഇപ്പോൾ ഓൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ, ഓൻ്റെ ടൈം എന്തുകൊണ്ട് ഓൻ എൻ്റെ ഒപ്പം സ്പെൻഡ് ചെയ്യേണ്ടത്. ഞങ്ങളിപ്പോൾ മീറ്റിംഗ് ഇരിക്കലുണ്ട്, ഞങ്ങളൊപ്പം വർക്കൗട്ട് ചെയ്യലൊക്കെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഓൻ എനിക്ക് വേണ്ടി ഓൻ്റെ ടൈം തന്നു, എന്തുകൊണ്ട് ഓൻ്റെ ടൈം സ്പെൻഡ് ചെയ്തു. അതുപോലെ എൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിലും ഞാൻ എന്തുകൊണ്ട് എൻ്റെ ടൈം ഞാൻ ഓൻക്ക് കൊടുത്തു.
അതുപോലെ ഞാൻ എല്ലാവർക്കും കൊടുക്കണില്ല. അപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ, ബ്രോ നമുക്ക് ഫ്രണ്ട് ആയാലും നമുക്ക് ഒപ്പം കൂടിയാലോ എന്നൊക്കെ ഉള്ളത്. എന്തുകൊണ്ട് എൻ്റെ ടൈം ഞാൻ എല്ലാവർക്കും കൊടുക്കണില്ല? ബിക്കോസ് യു ഡിഡ്ന്റ് ഷോ ദാറ്റ് ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഓനക്ക് എങ്ങനെ തോന്നിയത് ഓൻ്റെ ടൈം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണ വർത്താണെന്നുള്ളത്? ഞാനും കണ്ടൻറ് ക്രിയേറ്ററാണ്. ഞാനിപ്പോൾ അതാ യൂട്യൂബ് തുടങ്ങിയാണ്, ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയാണ്, ഞാനത് ഗ്രോ ചെയ്യുന്നുണ്ട്. പല നെഗറ്റീവ്സും കാര്യങ്ങളും വരുന്നുണ്ട്, പക്ഷേ നമ്മൾ മൈൻഡ് ചെയ്യണില്ല. നമുക്ക് ബിസിനസ് മൈൻഡ് സെറ്റ് ഉണ്ട്, നമുക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ട്. ഓൻ്റെ അതേപോലത്തെ ഫിറ്റ്നസ്, ലേണിംഗ്, ഡയറ്റ്, ഫോക്കസ് ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ എനിക്കും ഇൻട്രസ്റ്റഡ് ആണ്. ഞാനതുപോലെ അത് ആക്ഷൻ ഇട്ട് കാണിച്ചു കൊടുക്കണമുണ്ട്. ദ സെയിം അപ്ലൈസ് ഇൻ എല്ലാവരുടെ കേസിലും. അപ്പോൾ നമുക്ക് ഒരാളെ നമ്മളെ ഫ്രണ്ടാക്കാൻ ആഗ്രഹമുണ്ട് എന്ന് കരുതി പോലെ നമ്മളെ ഫ്രണ്ട് ആവണമെന്നില്ല. നമ്മൾ പ്രൂവ് ചെയ്യണം നമ്മൾ വേർത്താണ്. നമ്മൾ ഓൽക്ക് നമ്മളെ ഫ്രണ്ട് ആക്കണത് ഓൽക്ക് വേർത്താണ് നമ്മൾ പ്രൂവ് ചെയ്യണം. അതെങ്ങനെ പ്രൂവ് ചെയ്യുക? ഓർക്ക് വേണ്ടി ജീവിക്കാനോ ഓലെ ഇമ്പ്രസ് ചെയ്യാനോ അല്ലേ ഞാൻ പറയുന്നത്. നമുക്ക് വേണ്ടി തന്നെ ജീവിക്കുക. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക, നമ്മൾ സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാൻ തുടങ്ങുക, ആക്ഷൻ ഇടുക, എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യുക. അപ്പോഴാണ് ഓൽക്ക് തോന്നുള്ളൂ ഇവനെ നമ്മളെ കൂടെ കൂട്ടിയിട്ട് വലിയ കാര്യമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫ്രണ്ട്സ് എങ്ങനത്തെ ഫ്രണ്ട്സ് ആയിരിക്കും? മറ്റുള്ളവരെ പച്ചർച്ച് ചെയ്യുന്ന ലൂസർ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കും. ഇൻ റിയൽ ലൈഫ് ഞാൻ ഇങ്ങനെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് പാത്തിലുള്ള ഇപ്പോൾ നമ്മൾ ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോൾ ഇതൊക്കെ ഭയങ്കര സീരിയസ് ആയി എടുക്കുന്ന കണ്ടൻറ് ക്രിയേഷനും പേഴ്സണൽ ബ്രാൻഡും അത് ഞാൻ ആരെയും അടിച്ചേൽപ്പിക്കല്ലോ അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇൻട്രസ്റ്റിൽ ഞാൻ ചെയ്യുന്ന സംഭവം അതാണ്. നിങ്ങൾ ഏത് പാത്തിലാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ പാത്തിലുള്ള അടിപൊളിയായി നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ ഓലെ കണ്ടുപിടിക്കുക, നിങ്ങൾ അതേ മൈൻഡ് സെറ്റുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക എന്നുള്ളത് റിയൽ ലൈഫിൽ കുറച്ച് പണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇഷാംസ് ട്രൈബ് എന്ന് പറഞ്ഞ എൻ്റെ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഗ്രോത്ത് വേണം, ഡിസിപ്ലിൻ വേണം, കൺസിസ്റ്റൻസി വേണം, എനിക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കണം, ഞാനിതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, ഇതിൻ്റെ എഫേർട്ടും അതുപോലെ ടൈമും അതുപോലെ മണിയും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളവർ എന്ത് ചെയ്തതാണ് കുറച്ച് ആൾക്കാരെ ജോയിൻ ചെയ്തതാണ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ചെക്ക് ദ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. ഈവൻ ഇഫ് യു ക്യാൻ അഫോർഡ്, ഞാൻ മൈൻഡ് സെറ്റ്, ഫിറ്റ്നസ്, മോട്ടിവേഷൻ, അതുപോലെ പല കാര്യങ്ങളും സ്ലീപ്പിനെ കുറിച്ചുള്ളൊക്കെ ബേസിക്കലി എല്ലാ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടൻറ്റും പ്രീമിയം കണ്ടൻറ്റുകൾ യൂട്യൂബിൽ തന്നെ ഫ്രീ ആയിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയാണ്ട് ഫ്രീ ആയിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ദിസ് ഈസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.